വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീക്ഷിക്കുന്നവർ കാണുന്നവർ ഈ പറയുന്ന വേക്കൻസികളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ താഴെ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ടീച്ചർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സുകൾ, പെയ്ഡ് ബാച്ചുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ നിലവിൽ RRBയുടെ ടീച്ചർ പോസ്റ്റിനുള്ള RRB ടീച്ചറിന്റെ പോസ്റ്റുകൾ, അതുപോലെ തന്നെ HSI നാച്ചുറൽ സയൻസ്, LP UP ലോങ് ടേം ബാച്ച്, അതുപോലെ തന്നെ HSIയുടെ ജനറൽ ബാച്ചുകൾ എല്ലാം ഇപ്പോൾ അഡ്മിഷൻ നടക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. RRBയുടെ കോഴ്സ് ഫീസ് 599, നാച്ചുറൽ സയൻസ് 999 ആണ് കോഴ്സ് ഫീസ്. എല്ലാം 50% റിഡക്ഷൻ ആണ്. LP UP ഫ്രീ കോഴ്സ് ആണ്. ഓക്കെ, HSI ജനറൽ പേപ്പർ 499 ആണ് അതിന്റെ ഫീ എന്ന് പറയുന്നത്. അതും 50% ഓഫർ പ്രകാരമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇന്ന് പറയേണ്ടത്, ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയൊരു ടീച്ചിങ് വേക്കൻസിയെ പറ്റി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പുതിയൊരു ടീച്ചിങ് വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് അറിയാമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വേക്കൻസിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അസിം പ്രേംജി ഫൗണ്ടേഷൻ. അസിം പ്രേംജി അറിയാത്തവരായിട്ട് PSC പഠിക്കുന്നവര് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുന്നവര് അസിം പ്രേംജിയെ കുറിച്ച് അറിയാതിരിക്കത്തില്ല. അപ്പം അസിം പ്രേംജി ഫൗണ്ടേഷനിലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസിയാണ് ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അസിം പ്രേംജി ഫൗണ്ടേഷൻ. ഇനി അസിം പ്രേംജിയെ പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് വേണമെങ്കിൽ ചെറിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ്. നമുക്കറിയാം അസിം പ്രേംജി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വിപ്രോ എന്ന് പറയുന്നത് അല്ലെ. വിപ്രോ എന്ന് പറയുന്ന IT കമ്പനിയുടെ മുൻ ചെയർമാനൊക്കെ ആയിരുന്നു ഈ അസിം പ്രേംജി എന്ന് പറയുന്നത്. നിങ്ങൾ അതല്ലാതെ തന്നെ വിപ്രോയുടെ ചെയർമാൻ എന്നുള്ള അല്ലാതെ തന്നെ നമ്മൾ അസിം പ്രേംജിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ. പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. PSCയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, UPSC എക്സാം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഓഫ് ദ ഇന്ത്യൻ IT ഇൻഡസ്ട്രി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള പേരിലല്ല എഴുതുന്നത്, ZAR അല്ലേ. ഓഫ് ഇന്ത്യൻ IT, ഓഫ് ഇന്ത്യൻ IT എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യൻ വേർഡാണ്. എംപറർ എന്നും റൂളർ എന്നൊക്കെ അർത്ഥമുള്ള ഒരു റഷ്യന്റെ ഉച്ചാരണമാണ്. ZARന്റെ ഉച്ചാരണമാണ്, പ്രൊനൗൺസിയേഷൻ ആണ് എന്ന് പറയുന്നത്. ZAR എന്ന് പറയുന്നത് എംപറർ എന്നും റൂളർ എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിലെ IT വ്യവസായത്തിന്റെ എംപറർ, ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അല്ലെ. ഹി കൺസിഡർഡ് ആസ് ദി അസിം പ്രേംജി ഈസ് നോൺ ആസ് ദ ഓഫ് ദ ഇന്ത്യൻ IT ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ആ അസിം പ്രേംജിയുടെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് എന്താണ് അസിം പ്രേംജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ഒരു നോൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഈ അസിം പ്രേംജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇവരെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി എങ്ങനെ പീപ്പിൾസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടെ സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തെ പറ്റി. ഓക്കെ, അപ്പൊ അവിടെയാണ് നമുക്ക് ഓഫർ വന്നിരിക്കുന്നത്. അവരുടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ടീച്ചിങ്, റിസോഴ്സ് പേഴ്സൺ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് പേഴ്സൺസ്, ഇങ്ങനെയുള്ള പോസ്റ്റിലേക്ക് അവര് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ അസിം പ്രേംജി ഫൗണ്ടേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം, എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. വിത്തൗട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്
ഗ്രാജുവേഷൻ പ്ലസ് ഡിഗ്രി പ്ലസ് DLEd ഓർ നമ്മളിവിടെ DELEd എന്ന് പറയും, അവിടെ പറയും. നമ്മളിവിടെ DLEd ഇല്ല, പകരം TTC ആണ്. അപ്പം ഡിഗ്രി ഓർ TTC ഓർ BEd. അപ്പൊ ഡിഗ്രി വേണം മസ്റ്റ് ആയിട്ട്. ഡിഗ്രി പ്ലസ് ഗ്രാജുവേഷൻ പ്ലസ് ഒന്നുകിൽ TTC അല്ലെങ്കിൽ BEd ഉണ്ടായിരിക്കണം. ഇതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ ടീച്ചിങ് പൊസിഷനും ഉണ്ട്. 2 പൊസിഷനുകളാണ് ഇപ്പൊ പ്രധാനമായിട്ടും ഈ അസിം പ്രേംജി ഫൗണ്ടേഷനിൽ വിളിച്ചിരിക്കുന്നത്. ഒന്ന് ടീച്ചർ എന്ന് പറയുന്ന പ്രൊഫഷനിലേക്കും ഒന്ന് ടീച്ചറാണ്, രണ്ടാമത്തത് റിസോഴ്സ് പേഴ്സൺ ആണ്. രണ്ടാമത്തത് റിസോഴ്സ് പേഴ്സൺ ആണ്. രണ്ടാമത്തെ പോസ്റ്റ് റിസോഴ്സ് പേഴ്സൺ ആണ്. അപ്പൊ ഇങ്ങനെ 2 കാര്യത്തിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഗ്രാജുവേറ്റ്സിനും ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഉണ്ട്. 2 പേർക്കും ഈ വേക്കൻസികൾ ഇപ്പം വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്, വെറുതെ വിളിച്ചിരിക്കുന്നതല്ല, നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യുകയും അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു തരാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെറിയൊരു ഇന്റർവ്യൂ സെക്ഷനും ഉണ്ടായിരിക്കും. റിട്ടേൺ ടെസ്റ്റ്, ഇന്റർവ്യൂ, ഈ 2ന്റെയും കൂടി പെർസെന്റേജ് എടുത്തുകൊണ്ടാണ് ഫൈനൽ സെലക്ഷൻ ചെയ്യുന്നത്. ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ആവറേജ് സാലറി, അതായത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറിയിൽ വ്യത്യാസം വരും. ബേസിക് സാലറി നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ HSIയുടെ അതേ സാലറിയാണ് പറയുന്നത്. 35,000 to 50,000 എന്നുള്ള ഒരു ബേസിക്സ് പേ ആണ് ഇവർ പറയുന്നത്. പക്ഷെ ഇത് എക്സ്പീരിയൻസ് അനുസരിച്ച്, ഇപ്പൊ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നാലും അതുപോലെ തന്നെ റിസോഴ്സ് പേഴ്സൺ എന്നുള്ള പ്രൊഫഷൻ ആയിരുന്നു കഴിഞ്ഞാലും എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ സാലറിയിൽ വ്യത്യാസം വരും എന്നും പറയുന്നു. അതായത് അപ്പൊ മൊത്തത്തിൽ നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റിലും ഇന്റർവ്യൂവിലുള്ള ഓവറോൾ പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഫൈനൽ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇനി എന്തൊക്കെയാണ് ഈ റിട്ടേൺ ടെസ്റ്റിൽ എന്താണ് അവർ ചോദിക്കുന്നത്, ഇന്റർവ്യൂ സെക്ഷനിൽ എന്താണ് ചോദിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ് റിട്ടേൺ ടെസ്റ്റ്. റിട്ടേൺ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് റിട്ടേൺ ടെസ്റ്റ് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ആണ് ഒന്നാമത്തെ കാര്യമായിട്ട് അവർ പറയുന്നത്. അതായത് അതിൽ നമുക്ക് മറ്റുള്ള എക്സാമിന് പഠിക്കുന്ന NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020, അതുപോലെ തന്നെ NCF പഠിക്കണം, എല്ലാ NCF പഠിക്കണം. അതുപോലെ തന്നെ RTE ആക്ട് 2009 അല്ലേ, 2009. ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഒരു കാര്യം. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആണ്. അതായത് ഇക്വാളിറ്റി, സെക്യുലറിസം, ജെൻഡർ ന്യൂട്രാലിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. ഇക്വാളിറ്റി എന്ന് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നത്, ജെൻഡറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് ഒരു സിലബസിൽ പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള റീസണിങ്. ആൻഡ് ബേസിക് ആയിട്ടുള്ള റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. സിമ്പിൾ ആപ്റ്റിറ്റ്യൂഡ് മീൻസ് സിമ്പിൾ മാത്സ് എന്നുള്ളതാണ്. ബാങ്ക് ലെവൽ എന്നല്ല, സാധാരണ നിങ്ങൾ മറ്റുള്ള KVSനും NVSനും റെയിൽവേക്കൊക്കെ പഠിക്കുന്നത് പോലുള്ള ആപ്റ്റിറ്റ്യൂഡുകൾ, സിമ്പിൾ റീസണിങ്. ഇതാണ് റിട്ടേൺ ടെസ്റ്റിൽ വരുന്നത്. ഇനി ഇന്റർവ്യൂയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഇന്റർവ്യൂവും ഇതേപോലെ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ സെക്ഷൻ ആണ്. എന്താണ് നമ്മുടെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണ ക്വസ്റ്റ്യൻസ്. അതായത് അവർ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ. ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷനുമായിട്ട്
റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ എന്താണ് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്, ഒന്ന് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, രണ്ടാമത് വെച്ചാൽ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമ്പിൾ സ്കൂൾ ഹാൻഡ്ലിംഗ്, റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അഫക്റ്റഡ് ഏരിയാസ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസിൽ എങ്ങനെയാണ് സ്കൂളിംഗ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് തേർഡ് കാറ്റഗറിയിൽ ചിലപ്പോൾ നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ജനറൽ അവയർനെസ്, GK മീൻസ് ഇപ്പം ഇതുമായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ആയിട്ട്, റൂറൽ ഏരിയ ഇഷ്യൂസ് ഒക്കെ ആയിട്ടുള്ള സ്കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ജനറൽ അവയർനെസ്സും ആയിരിക്കും ഇന്റർവ്യൂ സെക്ഷനിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് രണ്ടിലും പാസ്സാകുന്നവരെയാണ് എന്ത് ചെയ്യുന്നത്, ഫൈനലായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫൈനൽ സെലക്ഷനിൽ നിങ്ങളെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഭീകരമായിട്ടുള്ള ഒരു സംവിധാനമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ, അപ്പം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദിസ് അസിം പ്രേംജി ഫൗണ്ടേഷൻസ്, ദാറ്റ് ഇസ് ദ പാഷനേറ്റ് അല്ലേ അബൌട്ട് എഡ്യൂക്കേഷൻ. നിങ്ങൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനെ ആ ഒരു പാഷനായിട്ട് കാണുന്നവർക്ക് ഇത് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യാം, ജോലി വാങ്ങിക്കാം. It's a meaningful work, the contributing to your social changes about എന്താണ് ത്രൂ ദ എഡ്യൂക്കേഷൻ. ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനിലൂടെയൊക്കെ എങ്ങനെ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പം അതിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിലൂടെ കയറിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം. അതുവഴി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വെബ്സൈറ്റ്. നമ്മൾ നേരെ ഗൂഗിളിൽ കയറിയിട്ട് അസിം പ്രേംജി foundation.org എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് അസിം പ്രേംജി ഫൗണ്ടേഷൻ തന്നെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അവരുടെ വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ എനേബിളേഴ്സ്, ലൈവ്ലിഹുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ്സ്, യൂണിവേഴ്സിറ്റി, ഹെൽത്ത്. പക്ഷെ നമുക്ക് ഇത് മാത്രം മതി, സ്കൂൾ എഡ്യൂക്കേഷൻ. ആ സ്കൂൾ എഡ്യൂക്കേഷനിൽ കയറുക. നമുക്ക് വേണ്ടത്, അപ്പൊ അതിന്റെ 3 പോസ്റ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് റിസോഴ്സ് പേഴ്സൺ, സ്കൂൾ ടീച്ചർ, അസോസിയേറ്റ് റിസോഴ്സ് പേഴ്സൺ, ഇത് 3ഉം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്കൂൾ ടീച്ചറാണ്. പിന്നെ റിസോഴ്സ് പേഴ്സൺ ഉണ്ട്, അസോസിയേറ്റ്, ക്യാമ്പസ് അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അവിടെ നമ്മുടെ എലിജിബിലിറ്റി കാര്യങ്ങൾ ഫോർ പ്രീ പ്രൈമറി ടീച്ചർ, ഫോർ പ്രൈമറി, ഫോർ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം അവരോട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് വരിക. ജോബ് ലിസ്റ്റിക്, സ്കൂൾ ടീച്ചർ ഉത്തരാഖണ്ഡ്, സ്കൂൾ ടീച്ചർ ഛത്തീസ്ഗഡ്, സ്കൂൾ ടീച്ചർ കർണാടക, സ്കൂൾ ടീച്ചർ രാജസ്ഥാൻ, ഇങ്ങനെ കൊടുത്തിരിക്കുകയല്ലേ. അതിൽ നമ്മൾ കർണാടക തിരഞ്ഞെടുക്കും. ജസ്റ്റ് കർണാടക ഞാനൊന്ന് നോക്കുകയാണ്. അതായത് ഉത്തരാഖണ്ഡിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, കർണാടകയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. അത് ഞാനൊന്ന് തിരഞ്ഞെടുക്കുന്നു. കർണാടക സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആ കർണാടക സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കർണാടകയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് സ്കൂൾ ടീച്ചർ കർണാടക. ഓക്കെ, അതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വിളിച്ചിരിക്കുന്നത് 4 സ്കൂളിലേക്കാണ്. ഒന്ന് അസിം പ്രേംജി സ്കൂള് കൽബുർഗി, അസിം പ്രേംജി സ്കൂള് യാദ്ഗിർ, അസിം പ്രേംജി സ്കൂള് ബാംഗ്ലൂരു. അല്ലെ, 3 സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ പ്രൈമറി സയൻസ്, ഇംഗ്ലീഷ്, മാത്തമെറ്റിക്സ്, സോഷ്യൽ സയൻസ്, പ്രീ പ്രൈമറി ടീച്ചർ, അതുപോലെ തന്നെ പ്രൈമറി സയൻസ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, കന്നഡ, മാത്തമെറ്റിക്സ്, സോഷ്യൽ സയൻസ്, പ്രീ പ്രൈമറി ടീച്ചർ. അടുത്ത ബാംഗ്ലൂരിൽ അസിം പ്രേംജി സ്കൂൾ ബാംഗ്ലൂരിൽ പ്രീ പ്രൈമറി ടീച്ചർ, ഫൈനാൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ലൈബ്രറിയൻ. ഇത്രയും കോഴ്സ് വിളിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് നമ്മളതെല്ലാം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത പേജിലേക്ക് പോകും. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ, പേഴ്സണൽ ഡീറ്റെയിൽസ്, കറസ്പോണ്ടന്റ് അഡ്രസ്, പെർമനന്റ് അഡ്രസ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻസ്, ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻസ്, എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, നോട്ടീസ് പീരീഡ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. ലാസ്റ്റ് അതെല്ലാം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക, സബ്മിറ്റ് ആവും. അത്രേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ് ആണ്. ഓക്കെ, ഫീ ഒന്നുമില്ല.
അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ സീറ്ററ്റും വേണ്ട, കേറ്ററ്റും വേണ്ട, ടെറ്റും ഒന്നും വേണ്ട. ജസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ, അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞു. ജസ്റ്റ് DLED ഓർ BEd ഓർ ഡിഗ്രി എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ അങ്ങനെ 4 സ്ഥലത്ത് സ്കൂളുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലെ. 4 സ്ഥലത്താണ് പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്നത്. എവിടെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക ആൻഡ് രാജസ്ഥാൻ പ്രധാന സ്കൂളുകൾ. ബാക്കിയുള്ള മറ്റ് പോസ്റ്റ്, അതായത് നമ്മൾ ആദ്യം 3 പോസ്റ്റിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ടീച്ചേഴ്സ് ഉണ്ട്, റിസോഴ്സ് പേഴ്സൺ ഉണ്ട്, അസിസ്റ്റന്റ് റിസോഴ്സ് പേഴ്സൺ ഉണ്ട്. അപ്പൊ അത് നോക്കാം. റിസോഴ്സ് പേഴ്സണും ഉണ്ട്. റിസോഴ്സ് പേഴ്സൺ ഇതേപോലെ തന്നെ അതിന്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റിസോഴ്സ് പേഴ്സൺ വിളിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പല സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പോസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്തത് രാജസ്ഥാൻ, ഇത്രയും സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുണ്ട് റിസോഴ്സ് പേഴ്സൺ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആ റിസോഴ്സ് പേഴ്സൺ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അസോസിയേറ്റ് റിസോഴ്സ് പേഴ്സൺ. ഓക്കെ, അപ്പം അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക അസീം പ്രേംജി ഫൗണ്ടേഷനിൽ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും എത്തിക്കാൻ ശ്രമിക്കണേ. കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുവദിക്കുന്നില്ല, നിങ്ങളുടെ കൂട്ടുകാർ ഇങ്ങനൊരു ജോലി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. നല്ല നോളജ് ഒക്കെ ഉള്ള, മീൻസ് ലാംഗ്വേജ് എഫിഷ്യൻസി ഒക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ടീച്ചറിനെ ഒരു പാഷനായിട്ട് കാണുന്നവരൊക്കെ. ഓക്കെ, ടീച്ചറിനല്ല ടീച്ചിങ്. ഓക്കെ, അപ്പൊ ദയവായിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഇടയിലേക്ക് ഇത് എന്ത് ചെയ്യുക, എത്തിക്കുക. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയാസ് ഏതാണോ അവിടേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ടീച്ചിങ്ങിന് മാത്രമല്ല, ഞാൻ പറഞ്ഞു റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്ന കാര്യത്തിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിത് കർണാടകയുടെ മാത്രമാണ് കാണിച്ചത്. കർണാടകയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഉത്തരാഖണ്ഡ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്. ഇത്രയും സ്ഥലത്തേക്ക് ഈ ടീച്ചറിനെയും, അതായത് പ്രൈമറി ടീച്ചർ, അപ്പർ പ്രൈമറി ടീച്ചർ, പ്രീ പ്രൈമറി ടീച്ചർ, ഓക്കെ, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ഗ്രാജുവേറ്റ് ടീച്ചർ, എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, പിന്നെ അതുപോലെ തന്നെ റിസോഴ്സ് പേഴ്സണും അതുപോലെ തന്നെ അസിസ്റ്റന്റ് റിസോഴ്സ് പേഴ്സണൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും പോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കുന്നവര്, വേറെ പോസ്റ്റിലേക്ക് പോകുന്നവർ, എനിക്ക് ഇത് കിട്ടിയാലും മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. മിക്കപ്പോഴും വിളിക്കുന്ന ഒരു പോസ്റ്റാണ്. മിക്ക ടൈമുകളിലും അസീം പ്രേംജി ഫൗണ്ടേഷൻസ് ഇങ്ങനെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല എങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ജോലി വേണം, അല്ലെങ്കിൽ കിട്ടിയേ മതിയാകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ദയവായിട്ട് അവരിലേക്ക് എത്തിക്കുക. അവർ അപ്ലൈ ചെയ്യട്ടെ, ജോലി കിട്ടട്ടെ. ഓക്കെ, ഒരുപാട് ലോക്കൽ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നവർ കാണും. ഇപ്പൊ ബാംഗ്ലൂരിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് ഫ്ലുവൻസി ഉള്ളവരൊക്കെ കാണും. അവർക്കൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളിലൂടെയോ വാട്സപ്പിലൂടെയോ ഈ കാണുന്ന താഴെ പോകുന്ന നമ്പറിൽ 7736750473 എന്ന് പറയുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ആ വാട്സപ്പിലൂടെയൊക്കെ വിളിച്ചു ചോദിക്കാം. ഈ കോഴ്സിനെ കുറിച്ചും മറ്റുള്ള RRB റെയിൽവേ ടീച്ചറിന്റെ ഓൺലൈൻ കോഴ്സ് നടക്കുന്നുണ്ട്. HSA നാച്ചുറൽ സയൻസിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. LPUP ലോങ് ടേം, ഞാൻ ആദ്യം പറഞ്ഞു, ജനറൽ സബ്ജക്ട് ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എടുക്കാവുന്നവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ബാച്ചിന്റെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എനിവേ, താങ്ക് യു ഓൾ. എല്ലാവർക്കും ദയവായിട്ട് എന്ത് ചെയ്യുക, ഇത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്നു, നിങ്ങൾ കറക്റ്റ് ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ഡേ ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.